നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു പുസ്തകങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും അതിനായിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുക എന്നതിനേക്കാൾ ഉപരി അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ആ ഒരു ഹോബിയും എനിക്കുണ്ട്. സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കുകൾ യാതൊരുവിധ എന്താ പറയുക അഴുക്കും കൂടാതെ മടക്കുകൾ കൂടാതെ ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുക, അതൊക്കെയാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ബുക്ക് എനിക്ക് മടക്കാനായിട്ട് മടക്കുന്നത് എനിക്കിഷ്ടമല്ല, അതിനകത്ത് വരയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ബുക്കിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരേ സമയം 2-3 ബുക്കുകൾ ഫോളോ ചെയ്ത് വായിക്കാറുണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ബുക്കുകളൊക്കെയാണ് മാക്സിമം വായിക്കാറ്, അറ്റ് എ ടൈം വായിക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് സാഹചര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ വായിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അപ്പോൾ ഈ ബുക്ക് വായിച്ച് ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കാനായിട്ട് നമ്മൾ കുറച്ച് അധികം സമയമൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്ത് അതിന് നമ്മളൊരു ബുക്ക് മാർക്ക് വെക്കാറുണ്ട്. അപ്പോൾ സാധാരണ ബുക്ക് മാർക്ക് വെക്കുന്നത് ഏതെങ്കിലും ഒരു പേപ്പർ കഷ്ണമോ, അതുപോലെ തന്നെ ചിലപ്പോൾ ബുക്കുകൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു കാർഡ് നമുക്കവിടെ കിട്ടും, ബുക്ക് മാർക്ക് നമുക്കവിടെ കിട്ടും. അതായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരു ബുക്ക് മേടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബുക്ക് മാർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ ബുക്ക് മാർക്ക് തപ്പിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നു. അതൊന്നും കണ്ടും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതിന് പകരം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഓൺലൈനിലുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബുക്ക് മാർക്കുകൾ ആമസോണിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. സംഭവം ഇതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഡോക്യുമെൻ്റ് ഡീറ്റോക്സ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കേ എന്ത് ക്യൂട്ടാണെന്ന് നോക്കിക്കേ, കേട്ടോ ബുക്ക് മാർക്ക് ഇരിക്കുന്നത്. ആക്ച്വലി ഇത് മാഗ്നറ്റിക്കാണ്. നമുക്ക് വളരെ വില കുറച്ച് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാനായിട്ട്. ഇത് മേടിച്ച് തന്നെ വായിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. വായിക്കാൻ ആഗ്രഹമുള്ളവൻ ഇത് കിട്ടിയില്ലെങ്കിലും വായിക്കും. അല്ല, ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. താല്പര്യമുള്ളവർക്ക്, ഇത്തിരി എസ്തെറ്റിക് സെൻസൊക്കെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കേട്ടോ, ഇതുപോലെ ഒരു 4 പീസാണ് നമുക്ക് ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. വളരെ പല റേറ്റിലുള്ളതുണ്ട്. ഇത് മാഗ്നറ്റിക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാഗ്നറ്റിക്കാണ്. അപ്പോൾ നമുക്ക് ബുക്കുകൾ മടക്കുകയൊന്നും ആവശ്യമില്ല. കണ്ടോ, നമുക്ക് ഇത് പേജിൻ്റെ ഇടയിലേക്ക് കയറ്റി വെച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാർക്ക് നമുക്കവിടെ കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു ഒരു 150 രൂപ തൊട്ട് 500 രൂപയിൽ താഴെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക് മാർക്കുകളാണ്. ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യാം. ഇതുപോലെ ബുക്കുകൾ ക്ലീനാക്കി വെക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ തന്നെ എഴുതുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, ബുക്കുകളിൽ എഴുതുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മറ്റ് ബുക്കുകൾ, ചില ആൾക്കാരൊക്കെ ഈ കവർ ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. കവർ ചെയ്ത് ഓരോന്നും ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും. ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നല്ല നല്ല സ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.